എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കായ കൊണ്ടുള്ള ഫ്രൈ ആണ്. അതിനായി ഒരു നേന്ത്രക്കായ, സാമാന്യം വലുപ്പത്തിലുള്ള ഒരു നേന്ത്രക്കായയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. ഒരല്പം കനത്തിൽ തന്നെ കട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോൾ രുചി ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കുക. നല്ലപോലെ തിരുമ്മി 10 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുക്കുക. പച്ചമുളക് ഞാനൊരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളകാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക്, കറിവേപ്പില എന്നിവ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. കായ നമ്മൾ തിരുമ്മി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി കാണും. വെള്ളം വാർന്ന് വരാത്ത ആ ഒരു അവസ്ഥയിൽ, വെള്ളം വാർന്നു വരുന്ന അവസ്ഥയിലല്ല, അതിനേക്കാൾ മുമ്പായി നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. മൂടി വെച്ച് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിടുക. തിരിച്ചിട്ട് വീണ്ടും മൂടി വയ്ക്കുക. മൂടി വെച്ചാൽ മാത്രമാണ് അതിൻ്റെ ഉൾഭാഗം നല്ലവണ്ണം വെന്തിരിക്കുകയുള്ളൂ, പുറം ഭാഗം മൊരിഞ്ഞിരിക്കുകയും ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ കായ ഏതാണ്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഒന്ന് അമർത്തി നോക്കുക. അപ്പോൾ ഉള്ളിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കിത് കോരിക്കാനുള്ള പാകമായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പച്ചമുളകും വേപ്പിലയും ചേർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും, കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.